ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ച കടലയാണ് പിന്നെ അപ്പത്തിന് അരച്ച് വെച്ചത്. അപ്പം നല്ല സൂപ്പറായിട്ട് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ കടല അങ്ങ് വേവിക്കാൻ വെച്ച് പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം അപ്പത്തിൻ്റെ കാര്യം നോക്കാൻ. പിന്നെ അറിയാലോ, മെയിനായിട്ടുള്ള പണി വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം അരിഞ്ഞ് സെറ്റാക്കി ഒരു സൈഡിലോട്ട് അങ്ങ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എണ്ണ ചൂടാക്കിയത് കടുക് അതിലോട്ടങ്ങ് ആഡ് ചെയ്തു. കടുകൊന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് ബാക്കി പരിപാടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ചോപ്ഡ് വെളുത്തുള്ളി നൈസായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ അരിഞ്ഞു വെച്ച പച്ചമുളക്, കുനുകുന അരിഞ്ഞ സവോള ഇതെല്ലാം ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി അങ്ങ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സവോള പെട്ടെന്ന് അങ്ങ് വഴന്നു വരും. അതിങ്ങനെ ഇളക്കി കൊടുക്കുവാണേ. ഇനിയാണ് നമ്മുടെ മസാല പരിപാടികൾ. മസാലകളെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി ഇതൊക്കെ ഞാൻ ആഡ് ചെയ്ത് ഫ്ലെയിം ഓൾറെഡി ഞാൻ കുറച്ച് വെച്ചു. അതിനുശേഷം ഞാൻ ഇത് ആവശ്യത്തിന് ആഡ് ചെയ്ത് പയ്യെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു കൈ ഫോണാണ്, അതുകൊണ്ടാണ് ഞാൻ ഇളക്കുന്നതനുസരിച്ച് എൻ്റെ ചട്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സൂക്ഷിച്ചാൽ ചെയ്യുന്നത്. ചൂടായി വന്ന മസാലയിലോട്ട് ഇച്ചിരി ചൂടുവെള്ളവും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ആ ഗ്രേവി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് നമ്മുടെ മെയിൻ ആളെ ഒന്ന് ഇതിൻ്റെ അകത്തോട്ട് തട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ വേവിച്ച് വെച്ച കടല ഞാനൊന്ന് കഴുകിയും കൂടി എടുത്തായിരുന്നു. കാരണം വേവിച്ച് കഴിയുമ്പോൾ കടലയ്ക്കകത്തു നിന്നൊക്കെ എന്തൊക്കെയോ ഒരു കളറും ഒക്കെ ഇളകി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് നന്നായിട്ട് കഴുകി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, എന്നാലേ ഈ ഗ്രേവിയൊക്കെ ഒന്ന് പറ്റി പിടിക്കത്തുള്ളൂ അത്തേല്. ഈ ഇളക്കുന്ന പരിപാടി ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി നമ്മുടെ കടലാക്രമണം. അപ്പോൾ ആ പരിപാടിയാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ് ഇതിൽ നിന്ന് കുറച്ച് കടല ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ട് ഒന്ന് ഇടിച്ച് ചതച്ച് ഒരു പേസ്റ്റ് പരുവമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒന്ന് ഇടിച്ച് സെപ്പറേറ്റ് ആയിട്ട് വെക്കും. എന്നിട്ട് അത് ഈ കടലയിലോട്ട് തന്നെ ഒന്ന് ആഡ് ചെയ്യും, ജസ്റ്റ് ഒന്ന് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സൈഡിൽ ഞാൻ എൻ്റെ അപ്പം സ്റ്റാർട്ട് ചെയ്തു. ഇച്ചിരി കരിയാപ്പിലയും കൂടെ ഇട്ട് അങ്ങനെ ഫൈനൽ സ്റ്റേജിലെത്തി. അപ്പോൾ പിന്നെ കാണാം.